പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, 1 കൊറിന്തോസ് 13 അധ്യായം 3 തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന്. അപ്പം നാം മറ്റുള്ളവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും ഹൃദയത്തിൽ പരാതിയും പിറുപിറുപ്പും നീരസവും ഉണ്ടെങ്കിൽ നമ്മുടെ അധ്വാനത്തിന് ആത്മീയ മൂല്യമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രേരക ശക്തി ദൈവസ്നേഹവും പരസ്നേഹവും ആയിരിക്കണം. സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കാതെയുള്ളതെല്ലാം സ്വാർത്ഥപരമാണ്. അപ്പോൾ സ്വാർത്ഥത നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ആത്മീയമായ ഗുണം അല്ലെങ്കിൽ ഫലം നമുക്ക് ലഭിക്കുകയില്ല. ദൈവസ്നേഹം നമ്മിൽ നിറയുമ്പോഴാണ് മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. നിസ്വാർത്ഥമായി സ്നേഹിക്കുവാനും ആത്മാർത്ഥമായി അധ്വാനിക്കാനും കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം 42 യേശു പറഞ്ഞു, ഫരിസ്യരെ നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങൾ അരൂതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടിയുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ച് കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അപ്പോൾ നാം എന്തെല്ലാം ചെയ്താലും, ദാനം ചെയ്താലും അല്ലെങ്കിൽ ദശാംശം കൊടുത്താലും നാം ദൈവസ്നേഹത്തിലല്ല അത് ചെയ്യുന്നതെങ്കിൽ ആത്മീയമായ ഒരു ഗുണവും നമുക്ക് ലഭിക്കുന്നില്ല. ഫരിസ്യരെ യേശു അവരോട് വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ തുളസിയുടെയും മറ്റെല്ലാ ചെടിയുടെയും ദശാംശം കൊടുക്കുന്നുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും നിങ്ങൾ അവഗണിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതിനാണ് ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ നീതിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിനുമാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. മറ്റുള്ളത് അവഗണിക്കാതെ തന്നെ നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ അതിൽ സ്നേഹത്തിൻ്റെ പ്രചോദനമില്ല എങ്കിൽ, നമ്മുടെ ഉള്ളിൽ വെറുപ്പും ദേഷ്യവുമാണെങ്കിൽ നമുക്കൊന്നിനും സംതൃപ്തി ഉണ്ടാകുകയില്ല, സമാധാനവും ഉണ്ടാകുകയില്ല. എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമാകുന്നത് സ്നേഹം നിറയ്ക്കുമ്പോഴാണ്. നാം ദിവസവും പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരും ജപമാല ചൊല്ലുന്നവരും വചനം വായിക്കുന്നവരും ദശാംശം കൊടുക്കുന്നവരും ദാനധർമ്മം ചെയ്യുന്നവരും ഒക്കെ ആകാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ യഥാർത്ഥമായ ദൈവിക സ്നേഹം ഇല്ല എങ്കിൽ മറ്റ് പ്രവർത്തികളെല്ലാം തന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പേരിനും പ്രശസ്തിയും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന സ്വാർത്ഥ ലക്ഷ്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങളായി മാറും. അതിന് ആത്മീയമായ യാതൊരു ഫലവും ഇല്ല. നമ്മുടെ ഹൃദയത്തിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം ദൈവിക സ്നേഹം നിറഞ്ഞു നിൽക്കണം. മറ്റുള്ളവർക്ക് സ്നേഹവും കരുണയും കരുതലും അംഗീകാരവും കൊടുത്തുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിലും നീതിയിലും ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.